അവസാനം അത് സത്യമാകുന്നു. എല്ലാവരും പറഞ്ഞും പ്രകടിപ്പിച്ചും പ്രതിഫലിപ്പിച്ചും PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ യാഥാർത്ഥ്യമാവുകയാണ്. കാലാകാലങ്ങളായി UDFൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ. CPM സ്ഥാനാർത്ഥികൾ പതിവായി ജയിക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ. 50% മുസ്ലിം മതവിഭാഗം വസിക്കുന്ന ഒരു മണ്ഡലത്തിൽ മറ്റു മതങ്ങൾ എല്ലാവരും ചേർന്നാലും 50% താഴെ മാത്രമാണുള്ളത്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൈക്കലാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ജയിച്ചു. അതാണ് ബേപ്പൂരിനെ വ്യത്യസ്തമാക്കുന്നത്. ഇതുവരെയും CPMനെ തുണച്ച ബേപ്പൂർ മണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു പ്രവണത കണ്ടു തുടങ്ങിയ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ മരുമകനെ ഇത്തവണ ജയിപ്പിക്കാൻ ബേപ്പൂരുകാർ അത്ര വിഡ്ഢികളൊന്നുമല്ല എന്നാണ് നമ്മളോടടുപ്പമുള്ള ചില ബേപ്പൂരുകാർ പറഞ്ഞത്. നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന മതേതരത്വത്തെ തച്ചു തകർക്കാനാണ് വർഗീയ വിഷം ചീറ്റുന്നവരെ അയച്ച് മലപ്പുറം ജില്ലയെ പോലെയുള്ള ഒരു മുസ്ലിം പ്രദേശത്തെ ആകമാനം അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്ത പിണറായി വിജയൻ മതന്യൂനപക്ഷങ്ങളിൽ നിന്നും ഒരുപാട് അകന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വിഭാഗത്തെ തന്നെ ഇങ്ങനെ അപമാനിച്ചു പോയ വ്യക്തിയെ ഷാളണിയിച്ചു സ്വീകരിച്ച മുഖ്യമന്ത്രിയെ വളരെ നന്നായി തന്നെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നലെയും പിണറായി വിജയന് താക്കീതായി പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. അതാണ് കേരളത്തിലെ മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്കും മനസ്സിൽ വീണൊരു കരടായി അവശേഷിക്കുന്നത്. അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ മരുമകൻ മന്ത്രി റിയാസിനെ ജയിപ്പിക്കാൻ ബേപ്പൂരിനെ പോലെയുള്ളൊരു മണ്ഡലം തയ്യാറാകില്ല എന്നുള്ളതാണ് എല്ലായിടത്തും നടക്കുന്ന ചർച്ചകളുടെ ഉത്തരം. അതും പിണറായിസത്തെയും മരുമോനിസത്തെയും അങ്ങേയറ്റം എതിർക്കുകയും അവരുടെ തെറ്റുകളും പല തോന്നിയാസങ്ങളും തുറന്നു കാട്ടുകയും ചെയ്ത PV അൻവർ തന്നെ അംഗം കുറിക്കാൻ എത്തുമ്പോൾ ഇതിനപ്പുറം ഒത്ത ഒരു എതിരാളി വേറെയില്ല എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു സിറ്റിംഗ് MLA അല്ലാഞ്ഞിട്ടും ഇത്രയും ആധികാരികമായി തന്നെ പ്രചരണം തുടങ്ങിയത് ആദ്യമായി കേരളത്തിൽ PV അൻവർ തന്നെയായിരിക്കും. അതും മുന്നണിയിൽ മറ്റൊരു പാർട്ടി മത്സരിക്കുന്ന സീറ്റിൽ PV അൻവർ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അദ്ദേഹം മണ്ഡലത്തിൽ സജീവമാവുകയും UDF നേതാക്കളെ നേരിൽ കാണുകയും ചെയ്തിരിക്കുന്നു. ലീഗ് കോൺഗ്രസ് നേതാക്കളെ കണ്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത്. സമുദായ നേതാക്കളുമായും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു PV അൻവർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ അനൗപചാരിക പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തതോടെ UDF പ്രവർത്തകർ പതിവിൽ കവിഞ്ഞ ആവേശത്തിലാണ് ഇക്കുറി ബേപ്പൂരിലുള്ളത്. കേരളം ഉറ്റുനോക്കുന്ന തീപാറുന്നൊരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ബേപ്പൂർ മണ്ഡലം. നമുക്കറിയാം, എളമരം കരീം, VKC മുഹമ്മദ് കോയ, TK ഹംസ തുടങ്ങിയ പ്രമുഖരെല്ലാം മത്സരിച്ച് വിജയിച്ചൊരു മണ്ഡലത്തിൽ അന്നൊന്നും CPM സ്ഥാനാർത്ഥിക്ക് പാർട്ടിക്കുള്ളിൽ നിന്നും എതിർപ്പുണ്ടായിരുന്നില്ല. ഇത് മുഹമ്മദ് റിയാസ് പാർട്ടിയിൽ ഇടപെടുന്ന രീതിയും അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമവുമെല്ലാം നല്ല നേതാക്കളെ മുഴുവൻ പിണക്കിക്കഴിഞ്ഞു. അങ്ങനെ കോഴിക്കോട്ടെ സൂപ്പർ മുഖ്യമന്ത്രി ആകണ്ട റിയാസ് എന്നറിയിക്കാനാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി കോഴിക്കോട്ടെ മുൻ MLA പ്രദീപ് കുമാറിനെ പാർട്ടി നിയമിച്ചത്. അങ്ങനെ മന്ത്രി റിയാസും പാർട്ടി CPMും രണ്ടു തട്ടിൽ നിൽക്കുകയും എതിരാളിയായി PV അൻവർ എത്തുകയും ചെയ്തതോടെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവുമാണ് ഞെട്ടിത്തെരിച്ചു പോയിരിക്കുന്നത്.